മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 35-ാമത്തെ വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 35. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുക. വളരെയേറെ ആവശ്യമുള്ളൊരു കാര്യമാണ് എപ്പോഴും ജാഗരൂകരായിരിക്കുക എന്നത്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓൺ ദ സ്പോട്ട് ലൈറ്റ് അണഞ്ഞു പോയാൽ എങ്ങനെയാ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. വണ്ടി ഓടിക്കുമ്പോഴാകട്ടെ, മുറിയിരിക്കുമ്പോഴാകട്ടെ, പെട്ടെന്ന് കറണ്ട് കട്ട് വരുമ്പോൾ മറ്റു സംവിധാനങ്ങളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ മേലാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കടന്നു വരുവാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. എപ്പോഴും സാത്താൻ പ്രവർത്തനം നിരതമാണ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മള് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുമ്പോഴും അവിടെ ഒരു ചെറിയ തടസ്സം സൃഷ്ടിക്കുന്നത് അവന്റെ ഒരു പണിയാണ്. അപ്പൊ അവിടെ നമ്മള് ധീരതയോടെ നിൽക്കണം, ജാഗരൂകരായിരിക്കണമെന്നാണ് ഈശോ പറഞ്ഞു വെക്കുക. അപ്പോൾ ഒരിക്കലും തിരി കെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളുടെ ആ ആത്മീയാവസ്ഥയെ ഹനിപ്പിക്കുവാൻ പലപ്പോഴും സാത്താൻ പരിശ്രമിക്കും. നമ്മളതിനെ വലിയ ഗൗരവമായിട്ട് എടുക്കത്തില്ല. ഉദാഹരണമായിട്ട് കർത്താവിന്റെ കൃപയിലാണ് എന്ന് ധരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും മനസ്സിൽ ഒരു സ്നേഹരാഹിത്യ ചിന്ത കടന്നു വരികയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ പൗരുഷം എഴുന്നേൽക്കുന്നു. അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. അത് വലിയൊരു തിന്മയായിട്ട് കരുതാതെ അതിനെ, ആ ഭിന്നതയെ നമ്മൾ വെച്ചു കുറിപ്പിക്കുമ്പോൾ നമ്മള് വിളക്കണഞ്ഞവരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് കർത്താവ് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ ഈ ജാഗരൂകത വളരെയധികം ആവശ്യമാണ്. അവിടാണ് സാധാരണഗതിയില് വൈകുന്നേരമെങ്കിലും കിടക്കുന്നതിന് മുമ്പിലെങ്കിലും നമ്മളൊന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് വിളക്കണഞ്ഞു പോയ നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായോ? ഇന്നത്തെ എന്റെ വ്യാപാരങ്ങളില് ഒരുപക്ഷെ ദൈവഹിതത്തിന് വിരുദ്ധമായത് എന്തെങ്കിലും ഉണ്ടായോ എന്നൊന്ന് ആത്മശോധന ചെയ്യാൻ, അതിൽ പിന്തിരിയാൻ, അങ്ങനെ കർത്താവിന്റെ കൃപയിൽ എപ്പോഴും നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് പിന്നെയാവട്ടെ, കുറെ നാൾ കഴിയട്ടെ, ഒരു മാസമാകട്ടെ, അല്ലെങ്കിൽ ഒരു വർഷമാകട്ടെ, അതൊക്കെ ചിന്തിക്കാം എന്ന് കരുതാതെ ഓരോ ദിവസവും തമ്പുരാന്റെ കൃപയിൽ ജ്വലിക്കുവെന്ന വ്യക്തികളായി മാറുവാൻ പ്രിയമുള്ളവരെ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.